ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനം തടയുന്നതിനായി കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതികൾ പ്രഖ്യാപിച്ച് അമേരിക്ക. കഴിഞ്ഞ വർഷം നിർത്തിവെച്ച പല പദ്ധതികളും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പുനരാരംഭിക്കുകയാണ്. കരീബിയൻ, മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലെ പഴയ കടലിനടിയിലെ കേബിളുകൾ മാറ്റുന്നതിനായി 175.8 ദശലക്ഷം ഡോളർ ചെലവാക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം കഴിഞ്ഞയാഴ്ച കോൺഗ്രസിനെ അറിയിച്ചു. പനാമ കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള തുറമുഖങ്ങളുടെ ചൈനീസ് ഉടമസ്ഥത, ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികൾ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ നിക്ഷേപം എന്നിവയിൽ അമേരിക്കയ്ക്ക് കടുത്ത ആശങ്കയുണ്ട്. പശ്ചിമ അർദ്ധഗോളത്തിലെ ചൈനയുടെ സാമ്പത്തിക ഇടപെടലുകൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഭീഷണിയാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ചൈനീസ് പദ്ധതികൾക്ക് തുടക്കത്തിൽ ചെലവ് കുറവാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായി വലിയ തുക വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ചൈനീസ് നിക്ഷേപം വിവരച്ചോർച്ചയ്ക്കും സുരക്ഷാ വീഴ്ചകൾക്കും കാരണമാകുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളെ തുടർന്ന് നിർത്തിവെച്ച പദ്ധതികളാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നത്. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പിരിച്ചുവിടുകയും നൂറുകണക്കിന് നയതന്ത്ര തസ്തികകൾ ഇല്ലാതാക്കുകയും ചെയ്ത ഡോജ് നടപടി ചൈനയെ പ്രതിരോധിക്കാനുള്ള പദ്ധതികളെയും ബാധിച്ചിരുന്നു. നഷ്ടപ്പെട്ട നയതന്ത്ര സ്വാധീനം വീണ്ടെടുക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പശ്ചിമ അർദ്ധഗോളം, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ ചൈനയെ നേരിടാൻ $500 ബില്യൺ അധികമായി ചെലവാക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട്. കരീബിയൻ, മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലെ ചൈനീസ് നിയന്ത്രണം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കടലിനടിയിലെ കേബിൾ പദ്ധതി നടപ്പാക്കുന്നത്. എൽ സാൽവഡോർ, ഗോട്ടിമാല, ഹോണ്ടുറാസ്, നിക്കരാഗ്വ, ഹെയ്ത്തി എന്നീ രാജ്യങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. എന്നാൽ നിക്കരാഗ്വയുമായി മികച്ച ബന്ധമില്ലാത്തതിനാൽ അവിടുത്തെ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കില്ല. ഇറാനുമായുള്ള യുദ്ധത്തിനും ഗാസയിലെയും ലബനനിലെയും സമാധാന ശ്രമങ്ങൾക്കും ഒപ്പം തന്നെ പശ്ചിമ അർദ്ധഗോളത്തിലും ട്രംപ് ഭരണകൂടം പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ഈ വർഷം ആദ്യം വെനിസ്വേലൻ നേതാവ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയതും ക്യൂബയ്ക്ക് നിക്കരാഗ്വയ്ക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമായാണ്. അതേസമയം വികസന രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽപാതകൾ, ഊർജ പദ്ധതികൾ വികസിപ്പിക്കുന്നതിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കൽ, സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ബാറ്ററികൾ തുടങ്ങിയ മേഖലകളിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തൽ, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ സഖ്യകക്ഷികളുമായി സാമ്പത്തികവും സുരക്ഷാപരവുമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുദ്ധ ഊർജം, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഇത്തരം പദ്ധതികളുടെ പ്രധാന ലക്ഷ്യമാണ്. ലോകമെമ്പാടുമായി 50-ലധികം ചൈനീസ് വിരുദ്ധ പദ്ധതികൾക്കായി $340 ദശലക്ഷം ചെലവാക്കാനും അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. അർജന്റീനയിലും ബെലീസിലും സൈബർ സുരക്ഷാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. തുറമുഖങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും അനധികൃത മത്സ്യബന്ധനത്തിനും ധാതുക്കൾ ഖനനം ചെയ്യാനുമുള്ള ചൈനീസ് ശ്രമങ്ങളിൽ നിന്ന് ഇക്വഡോർ, ജമൈക്ക, മെക്സിക്കോ, പരാഗോ, പെറു, ഉറുഗോ എന്നീ രാജ്യങ്ങളെ സംരക്ഷിക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നു. ദലൈലാമയുടെ പിൻഗാമിയായി കണ്ടെത്തുന്നതിൽ ചൈനീസ് ഇടപെടൽ തടയാൻ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ചൈനയുടെ ബഹിരാകാശ പദ്ധതികൾക്കും നിരീക്ഷണ സാങ്കേതിക വിദ്യകൾക്കുമെതിരെ രാജ്യാന്തര തലത്തിൽ എതിർപ്പ് ശക്തമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ബൈഡൻ ഭരണകൂടം അംഗീകരിച്ച 2024 ബജറ്റിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ ചൈനീസ് വിരുദ്ധ പദ്ധതികൾക്കായി ചെലവാക്കിയതായി കഴിഞ്ഞ മെയ് മാസത്തിൽ കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. എന്നാൽ 2024-25 വർഷങ്ങളിലെ മറ്റ് പല പദ്ധതികളും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതിനിടെ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിക്കിടെ ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തും. ഇതിനു മുന്നോടിയായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞയാഴ്ച ഫിലിപ്പീൻസിൽ വെച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തിയിരുന്നു. ചൈനീസ് എംബസി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.